ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് എങ്ങനെ മാക്സി ഡ്രസ്സ് തുന്നിയെടുക്കാം എന്നുള്ളതാണ്. ഇത് മാക്സി ഡ്രസ്സായിട്ട് മാത്രമല്ല, ഒരു കാഷ്വൽ അനാർക്കലി ആയിട്ടും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലെഗിങ്സിനൊപ്പം പെയർ ചെയ്യാം അല്ലേ. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലും വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഇപ്പോൾ ഫാബ്രിക് എടുത്തിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കാണ്. കുറച്ചുകൂടി ഒഴുകി കിടക്കുന്ന ഫാബ്രിക് വേണമെങ്കിൽ റയോൺ മിക്സിൻ്റെ ഫാബ്രിക് എടുക്കാവുന്നതാണ്. 2.5 മീറ്ററാണ് ഞാനിപ്പോൾ തുന്നി എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വേസ്റ്റ് വരെയുള്ള ഒരു ടോപ്പ് പോലെ തുന്നിയെടുക്കണം. അതിനായിട്ട് എൻ്റെ പാകത്തിലുള്ളൊരു ടോപ്പ് വെച്ചിട്ട് ഏകദേശം ഒരു മെഷർമെൻറ്റ് നമുക്ക് കണക്കാക്കാൻ പറ്റുമല്ലോ. അതിനേക്കാളും ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ തുണി പറയുന്നത് പ്രിൻ്റുള്ള തുണിയാണ്. അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അതായത് ബാക്കും ഫ്രണ്ടും ഒരേപോലെ വരണത്തക്ക വിധത്തിൽ അത് വെക്കണം. ഓക്കെ, ആകെ കാക്കിരി പിക്കിരി പ്രിൻ്റാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ പ്രിൻറ്റിനൊരു പാറ്റേൺ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ കറക്റ്റായിട്ട് വെക്കണം. ഓക്കെ, ഇനി ഞാൻ ടോപ്പ് അതിൻ്റെ മീതെ വെച്ചിട്ട് നെക്ക് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ വിഡ്ത്ത് 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഷോൾഡർ ഒരു 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ടോപ്പിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണില്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 7 ഇഞ്ച് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സൈസ് ആണെങ്കിൽ 7 ഇഞ്ച് കറക്റ്റായിരിക്കും. കുറച്ചുകൂടി ഹെൽത്തി ആണെങ്കിൽ ഒരു 8 ഇഞ്ച് വരെയൊക്കെ പോവാം. എന്നിട്ട് ഇതേപോലെ ഒരു കർവ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു ടോപ്പ് വെച്ച് കൊടുത്ത് അതിനനുസരിച്ച് വെട്ടിയെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നെക്കിൻ്റെ നീളം എന്ന് പറയണത് ഞാൻ ഇപ്പോൾ ഒരു ഒരു 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സ്ക്വയർ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിനൊരു കുനിപ്പ് പോലെ കൊടുക്കുന്നുണ്ട്. ഒരു റൗണ്ട് യു പോലത്തെ ഒരു ഷേപ്പ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. 2 തുണിയും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ബാക്കാണ് കേട്ടോ. ആ ബാക്ക് പോർഷനാണെങ്കിൽ മാറ്റി വയ്ക്കുകയാണ്. ഇനി ഫ്രണ്ട് എന്ന് പറയുന്നത് ഞാൻ 1 ഇഞ്ചും കൂടി ഇറക്കി വെട്ടിയിട്ടുണ്ട്, കഴുത്തിൻ്റെ ഭാഗം. എന്നിട്ട് അത് വെട്ടുക. ഓക്കെ, ബാക്ക് പോർഷൻ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ കൈക്കുഴി ഉണ്ടല്ലോ, കൈക്കുഴി ലേശം കൂടി ഒന്ന് ഉള്ളിലേക്കാക്കി വെട്ടുന്നുണ്ട്. അത് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്ക് നമുക്ക് ശരിയാക്കി എടുക്കണം, ഫേസിങ് വെക്കണം. അതിനായിട്ട് ഞാനൊരു പൊട്ടത്തുണി എടുത്തിട്ടുണ്ട്, വെച്ചാൽ ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ മീതെ വെച്ചിട്ട് പിൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് തയ്യൽ മെഷീൻ്റെ അവിടെ കൊണ്ടുപോവുക. കറക്റ്റ് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതേ ഷേപ്പിൽ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പിൻസ് റിമൂവ് ചെയ്യുക കേട്ടോ. പിൻസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക. പിൻസ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു ബെറ്റർ സ്റ്റിച്ചിങ്ങിന് പിൻസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഈ കുനിപ്പിൽ വരുന്ന തുണി ഉണ്ടല്ലോ, അതായത് നെക്കിൽ വരുന്ന തുണി, അത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് തിരിക്കും, നെക്കിൻ്റെ പോർഷൻ, അതായത് തുന്നി കഴിഞ്ഞിട്ട് തിരിക്കും. അത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കട്ട്സ് കൊടുക്കുന്നത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള തുണി ഞാൻ ഇങ്ങനെ വെട്ടി കൊടുക്കുകയാണ്. അതിൽ നിന്നൊരു 1.5-2 ഇഞ്ച് മാറ്റി, ഏകദേശം 1.5 ഇഞ്ച് തന്നെയുള്ളൂ, അത്രയും ഞാൻ ഇതേപോലെ മാറ്റി അതേ റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ വെട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലൈനിങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കഴുത്ത് ഫേസിങ് വെക്കാൻ ഉപയോഗിച്ച ഭാഗം, അതിന് ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞി മടക്ക് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടോ, ഇതാണ് ഫ്രണ്ട് വശം. ഇനി പൊട്ടവശത്തിൻ്റെ ഉള്ളിലേക്ക് തിരുകി അതിനെങ്ങനെ വെക്കണം, ഉള്ളിലേക്ക് മടക്കി വെക്കണം. എന്നിട്ട് എഡ്ജില്ലേ, എക്സാക്ട്ലി ആ എഡ്ജിൻ്റെ അവിടേക്ക് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്ക് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. എനിക്ക് ഒരുപാട് ലൈനിങ് തുണി ഉള്ളതുകൊണ്ടാണ് എനിക്ക് കട്ട് ചെയ്യാനൊക്കെ ഒരുപാടുണ്ടായത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഒന്നും കൂടി ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഫേസിങ്ങിൻ്റെ തുണി കുറച്ചും കൂടി ഉള്ളിലേക്ക് ഉണ്ടല്ലോ, അതൊന്ന് നല്ല സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഓൾറെഡി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ലേശം 1 സെൻറ്റിമീറ്റർ മാത്രം അകലത്തിൽ ഒരു സ്റ്റിച്ചും കൂടി അതേപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കഴിഞ്ഞു. ഇനി ബാക്കും അതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ മീതെ വെക്കുക, ഇതേപോലെ തന്നെ തുന്നി കൊടുക്കുക, എക്സ്ട്രാ ഉള്ള തുണി വെട്ടിക്കളയുക, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഫേസിങ് ഉണ്ടല്ലോ, നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നെക്ക് എങ്ങനെയാണോ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ 2 ഷോൾഡേഴ്സും തമ്മിൽ കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് ബാക്കിയുള്ള തുണിയാണ്, ഇത് മുഴുവൻ നമുക്ക് വേണ്ട. നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് എത്രയാണോ താഴേക്ക് വേണ്ട അത്ര മാത്രം നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് മാർക്ക് ചെയ്യുക, ബാക്കിയുള്ളത് കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്നല്ല വേണ്ട, കുറച്ചുകൂടി കയറിയിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മടക്കി കട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ മെഷർമെൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ,
ഇനി നമുക്ക് ബാക്കിയുള്ള തുണി ഉണ്ടല്ലോ, അത് ഇത്രയുണ്ട്, അതിൽ നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഇതിലെങ്ങനെയാ വെച്ചാൽ 2.5 മീറ്റർ ഉണ്ടെങ്കിൽ 2 മീറ്റർ തികച്ചും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന തുണി ഉണ്ടല്ലോ, അതായത് ടോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ആം ഹോൾ ഇതിൻ്റെ, അതായത് കൈക്കുഴി സൈഡിൽ തന്നെ വെച്ചിട്ട് അതേ അളവിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഭയങ്കര എളുപ്പമാണ് അത് ചെയ്തെടുക്കാനായിട്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ കൈയിൻ്റെ നല്ല വശവും അതേപോലെ ടോപ്പിൻ്റെ നല്ല വശവും രണ്ടിൻ്റെയും നടുഭാഗമാണ് നമ്മൾ തുന്നുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. രണ്ടിൻ്റെ നടുഭാഗം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ തുന്നൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരറ്റത്ത് നിന്ന് എത്തിക്കഴിഞ്ഞാൽ മറ്റേ അറ്റത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് തിരിച്ചു കൊണ്ടുപോകും. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെയും പറഞ്ഞ് ഞാനത് വലുതാക്കാത്തത്. ഞാൻ അപ്പോൾ എല്ലാ ലിങ്ക്സും മുകളിൽ കാർട്ടിൽ തരാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ കൈയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പിന്നെയും ഒരു കുഞ്ഞു കഷ്ണം തുണിയുണ്ട്. അപ്പോൾ എനിക്ക് സ്ലീവ്സ് എന്ന് പറയുന്നത് 3/4 വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉള്ള തുണി അതിനെ ഞാൻ പകുതിയാക്കുകയാണ്, ഓരോ സ്ലീവ്സിനും വേണ്ടത്തക്ക രീതിയിൽ. എന്നിട്ട് ഞാൻ അതിനെ എക്സാക്ട്ലി പകുതിയായിട്ട് മടക്കുകയാണ്. ഓക്കെ, അതായത് 2 വശവും നല്ല വശമായിട്ട് മാറും. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലീവ്സ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇങ്ങനെ തന്നെ മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ സ്ലീവ്സിൻ്റെ മീതെ ഇതേപോലെ വെച്ചിട്ട് മറിക്കുമ്പോൾ, അതായത് രണ്ടിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിക്കുമ്പോൾ അതേ കണ്ടോ, സ്ലീവ്സിന് കുറച്ചും കൂടി നീളം കിട്ടും. അപ്പം അതിനായിട്ട് നമ്മൾ 2 സ്ലീവ്സ്, അതായത് ഒരു സ്ലീവിൻ്റെ മീതെ മറ്റേ സ്ലീവിൻ്റെ സ്ലീവിൻ്റെ മീതെ നമ്മൾ ഒരു കഷ്ണം തുണി എടുത്തിട്ടില്ലേ, അതിനെ വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുക്കുമ്പോൾ എഗെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പ്രിൻ്റ് ഉള്ള കാരണം നമ്മൾ തിരിച്ച് വെച്ച് നോക്കുക, അതായത് പ്രിൻറ്റ് സെയിം പാറ്റേണിൽ തന്നെയാണ് വേണ്ടതെന്നുള്ളത്. പ്രത്യേകിച്ച് ഇതിന് മുഖമൊക്കെ ഉള്ള കാരണം ഇതിൻ്റെ തല കുത്തനെ വരരുതല്ലോ, കറക്റ്റായിട്ട് വരേണ്ടത്. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, അതേപോലെ വരാനായിട്ട്. എന്നിട്ട് നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം അതായത് തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എഡ്ജിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ സ്ലീവ്സ് ഇതേ കണ്ടോ, നമുക്ക് വേണ്ട പാകത്തിനായി. ഇപ്പോൾ 2.5 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2.5 മീറ്റർ നമ്മൾ തികച്ചും ഉപയോഗിക്കുന്നുണ്ട്, ഒട്ടും വേസ്റ്റ് ആവുന്നില്ല തുണി, എല്ലാം നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ്സിനും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്തപ്പോൾ ബാക്കി തുണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത സ്ലീവ്സും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3/4 സ്ലീവ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പിന് ആക്ച്വലി അതായത് മുകളിലത്തെ എത്ര നമുക്ക് ലെങ്ത്ത് വേണോ, ചിലർക്ക് യോക്ക് വരെ മതിയാവും, ചിലർക്ക് അര വരെ വേണമെന്നുണ്ടാവും, ചിലർക്ക് ബെസ്റ്റിൻ്റെ താഴെ വരെ മതി. എനിക്കിപ്പോൾ അര വരെ വേണമെന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ മെഷർമെൻറ്റ് 16 ഇഞ്ചസാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും 15.5 മതി, അര ഇഞ്ച് എക്സ്ട്രാ എടുക്കുക കേട്ടോ. അത്രയും മാർക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള തുണി ഉണ്ടല്ലോ, അതാണ് നമുക്ക് ബാക്കി പാവാട പോലെ തുന്നിയിട്ട് അറ്റാച്ച് ചെയ്യണം. അതിന് എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ അതിനെ പകുതിയാക്കി മുറിച്ചിട്ടുണ്ട്. പകുതിയാക്കി പൊറിച്ചിട്ട് ഒരു ഭാഗം ഫ്രണ്ടിനും ഒരു ഭാഗം ബാക്കിനുമായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, ഇതിനെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പായിട്ട് പ്ലീറ്റ് സഹിതം അറ്റാച്ച് ചെയ്തതിന് ശേഷം തിരിക്കുകയാണ് ചെയ്യണത്. അതിനായിട്ടുള്ള എളുപ്പവഴി ഞാൻ പറയാം. ആദ്യം തന്നെ ഈ ടോപ്പിൻ്റെ ഉണ്ടല്ലോ മടക്കിയിട്ട് നടുവശം കണ്ടുപിടിക്കുക. നടുവശം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ നടുവിൻ്റെ ഭാഗമായിട്ട് പിന്നെയും ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ അത് മടക്കുക. എന്നിട്ട് അതിൻ്റെ നടുവശം കണ്ടുപിടിക്കുക. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും മടക്കി കൊടുക്കുക. എന്നിട്ട് നടുവശം കണ്ടുപിടിക്കുക. ഇതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അടിഭാഗം ഉണ്ടല്ലോ, അതായത് പാവാട പോലെ വരുന്ന ഭാഗം അതിനെടുക്കുക. അതിനെടുത്തിട്ട് നല്ല വശത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട്ലി നടു എവിടെയാണോ വരുന്നത് അവിടെയായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ലൊരു ചോക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കത് കാണണം. എന്നിട്ട് ഈ പാവാടയുടെ നടുവശവും അതേപോലെ തന്നെ ടോപ്പിൻ്റെ നടുവശവും രണ്ടും കൂടി ചേർത്തിട്ട് നമ്മളൊരു പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാവാട പോലെ തുന്നണില്ലേ, അതിൻ്റെ എഗെയിൻ ഈ നടുവിൻ്റെ നടുവശം ഓക്കെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ആ നടുവശവും അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ ടോപ്പിന്, അതും തമ്മിൽ പിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡും. നമുക്ക് പ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷനിൽ പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. വെറുതെ അങ്ങനെ ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വശത്ത് കൂടുതലും ഒരു വശത്ത് കുറവുമായിപ്പോവും. ഇനി എന്താ വെച്ചാൽ നമുക്ക് ഏകദേശം ധാരണയുണ്ട് എവിടെയാണ് മിഡിലായിട്ട് വരണേന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബാക്കി വരുന്ന തുണി ഉണ്ടല്ലോ അതിനെ കറക്റ്റ് ഏകദേശം ഈക്വൽ രീതിയിൽ പ്ലീറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത പിന്നൂരിയ, അതായത് നമ്മൾ എവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ പിന്നൂരിയിട്ട് നമുക്ക് ഈ മിഡിലുള്ള ബാക്കി വന്നിരിക്കുന്ന തുണി, കുറച്ച് പൊങ്ങി നിൽക്കുന്ന തുണിയില്ല, എക്സ്ട്രാ തുണി, ആ പാവാടയുടെ പോലെ നമ്മൾ തുന്നേണ്ടത്, അവിടെയാണ് എടുത്ത് പ്ലീറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തുണിയുള്ളൂ, അപ്പോൾ അതിനെ ഏകദേശം ഒരേപോലെ പ്ലീറ്റ് വരണ പോലെ തന്നെ തുന്നുക കേട്ടോ. തുന്നല്ല, ഇങ്ങനെ പ്ലീറ്റ് വരണ പോലെ തന്നെ ആക്കിയെടുക്കുക, പ്ലീറ്റ് ആക്കി എടുക്കുക.
ഓക്കെ. എന്നിട്ട് ഇതിന് ഈ പ്ലീറ്റ്സിന് പിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 ഭാഗം നമ്മുടെ കഴിഞ്ഞു. അടുത്ത ഭാഗം ഇതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എടുക്കുക. എന്നിട്ട് ഈ ബാക്കിയുള്ള തുണി ഉണ്ടല്ലോ, അതിൽ എക്സ്ട്രാ നിൽക്കുന്ന തുണി അതിങ്ങനെ കറക്റ്റ് പ്ലീറ്റാക്കി എടുത്തിട്ട് നമ്മൾ ഈ അറ്റത്ത് എത്തുമ്പോൾ കറക്റ്റായിരിക്കും. നമ്മൾ വെറുതെ ഒരറ്റത്തുനിന്ന് പ്ലീറ്റ് എടുത്ത് തുടങ്ങുകയാണെങ്കിൽ മറ്റേ അറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ തുണി കുറവായിരിക്കും, ചിലപ്പോൾ തുണി കൂടുതലായിരിക്കും. നമ്മൾ ഇതേപോലെ ഭാഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിലുള്ള പ്ലീറ്റ് കിട്ടുന്നു മാത്രമല്ല എവിടെയും കൂടുതലും കുറവും ഒന്നും ഉണ്ടാവില്ല, നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നല്ലൊരു എളുപ്പ വഴിയാണ്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല വശവും തമ്മിലാണ് കേട്ടോ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ ഇതിന് ഒരു സ്റ്റിച്ച് കൊടുക്കുക, ഒരു 1/2 ഇഞ്ച് നീക്കി സ്റ്റിച്ച് കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യണേക്കാളും മുമ്പ് ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് മറിച്ച് നോക്കുക. അതായത് നമ്മുടെ പ്രിൻ്റ് കറക്റ്റായിട്ടാണ് വരുന്നത്, നമുക്ക് എല്ലാം കറക്റ്റായിട്ടാണ് വരുന്നത്, നമ്മൾ വെച്ചിരിക്കുന്നത് ശരിയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട്. അതിനുശേഷം മാത്രമേ തുന്നാൻ പാടുള്ളൂ. കാരണം തുന്നിയിട്ട് പിന്നെ അഴിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പിൻ വെച്ചതിന് ശേഷം ആദ്യമേ തന്നെ നോക്കുക കറക്റ്റാണോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഇതേ കണ്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്, ഒക്കെ ഈക്വൽ മെഷർമെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ബാക്ക് വശവും ചെയ്യാം. നമ്മളിപ്പോൾ ഫ്രണ്ട് അല്ലേ ചെയ്തത്, ഇതേപോലെ ഞാൻ എല്ലാം ഹാഫ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പാവാടയുടെ തുണി എവിടേക്കാണോ എക്സ്ട്രാ ഉള്ളത് അത് ഏകദേശം ഈക്വലായിട്ട് നമ്മളിങ്ങനെ പ്ലീറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു പ്ലീറ്റ്സ് കൊടുക്കാം കേട്ടോ, അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വണ്ണുള്ളവർക്ക് അത് കുറച്ചുകൂടി ബൾജിങ് ആയിട്ട് കാണിക്കും. എസ്പെഷ്യലി ഇതിപ്പോൾ പ്യോർ കോട്ടൺ തുണിയാണ്, അപ്പോൾ ഇത്തിരി കട്ടിയുണ്ട് ഇതിന്. റയോൺ മിക്സ് ആണെങ്കിലാണ് ശരിക്കും കുഞ്ഞു പ്ലീറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ അങ്ങനത്തെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അപ്പുറത്തെ വശമാണ്, അതും ഞാൻ ഇതേപോലെ തന്നെ നമ്മൾ സൈഡ് അടിച്ച് സൈഡല്ല അത് കംപ്ലീറ്റ്ലി അടിച്ചു കൊടുക്കുകയാണ്. ഇനി എളുപ്പമാനി ഒന്നുമില്ല, സൈഡ്സ് അടിച്ചാൽ മാത്രം മതി. അപ്പോൾ എഗെയിൻ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിൻസ് ഇട്ട് കൊടുക്കുകയാണ്. സൈഡിൽ പിൻസ് വെച്ച് 2 വശവും ഒരേപോലെ വെച്ചിട്ട് പിൻ കൊടുക്കുക. വേസ്റ്റിൻ്റെ അവിടെയും അതേപോലെ ആം ഹോളിൻ്റെ അവിടെയും കൈക്കുഴിയില്ലേ അവിടെയൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ തന്നെ പിൻ വെച്ച് സെക്യൂർ ചെയ്യാം. അതിനുശേഷം നമുക്ക് കറക്റ്റ് പാകമുള്ളൊരു ഉടുപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ടോപ്പോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡിൽ ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാക്സി ഡ്രസ്സ് റെഡിയാണ്. ഇനി നമുക്ക് മേക്കപ്പ് ഒന്നുമില്ല, ഞാൻ ഫസ്റ്റ് തന്നെ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മെബലിൻ ഫിറ്റ് മീ കോമ്പാക്ട് പൗഡറാണ്, എൻ്റെ ഫേവറേറ്റ് കോമ്പാക്ട് പൗഡർ, എനിക്ക് പെർഫെക്റ്റ് ഷെയ്ഡാണ്. ഇനി അടുത്തത് ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ മിസ് ക്ലിയറിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ, 100 രൂപയേ ഉള്ളൂ. അപ്പോൾ അതിന് പെർഫെക്റ്റ് ആണ്. എസ്പെഷ്യലി ഈ സ്പൂളിയൊക്കെ ഉണ്ട്, നൈക്കയിൽ ഇത് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് എവിടെയാണ് ഗ്യാപ്പ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് എഴുതി കൊടുത്തിട്ട് ഈ സ്പൂളി വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഇരിക്കും. ഇനി ഞാൻ കണ്ണെഴുതാൻ ഉപയോഗിക്കുന്ന ഡാർക്ക് ഗ്രീൻ കാജലാണ്. ഇത് സ്റ്റേക്ക് വർക്കിയുടെ കാജലാണ് കേട്ടോ, നല്ല അടിപൊളി കാജലാണ്. ഇത് സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഉപയോഗിച്ച് നോക്കിയപ്പോൾ, ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ട്, 5 കളേഴ്സ് ഉണ്ട്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡാർക്ക് ഗ്രീനാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ഒപ്പം ഇത് മാച്ചുമാണ്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ താഴെ നല്ലോണം എഴുതി കൊടുക്കുന്നുണ്ട്, മുകളിൽ ലേശം മാത്രം എഴുതി കൊടുത്തിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഞാൻ മറ്റേ കണ്ണിലും എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇത് ഒരു ദിവസം രാത്രി ഞാൻ കയ്യിൽ ജസ്റ്റ് വരച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, വെള്ളം ഒഴിച്ചിട്ടൊന്നും മാഞ്ഞു പോയിണ്ടായിരുന്നില്ല. നല്ല വാട്ടർ പ്രൂഫാണ്. ലിപ്സ്റ്റിക്കിന് ഞാൻ യൂസ് ചെയ്തത് ബ്ലൂ ഹെവൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, നല്ല കംഫർട്ടബിൾ ആണ്, ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറച്ച് മാത്രം ഇട്ടിട്ട് നല്ലോണം സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കോമ്പാക്ട് പൗഡർ മാത്രം എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഒന്നും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മുടി ഞാൻ ഒന്ന് ചീകി ജടയൊന്നും ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മുടി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടു പാർട്ടീഷൻ എടുത്തിട്ട് ഒരു കുഞ്ഞ് സെക്ഷൻ ഓഫ് മുടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പിന്നിലായിട്ട് ഒരുപാട് നീങ്ങിയിട്ട് ഒരു സെക്ഷൻ ഓഫ് മുടി എടുത്തിട്ടുണ്ട്, ട്വിസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്യുക. അങ്ങനെ കുറച്ച് റാൻഡമായിട്ട് ഞാനിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് മുടി എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ട് സെക്ഷനിൽ മുടി ഫുൾ കവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ നല്ല പുഫ് പോലെ നിൽക്കും. എന്നിട്ട് നമ്മുടെ ടിക് ടാക്ക് പിന്നോ അല്ലെങ്കിൽ ഈർക്കിലി സ്ലൈഡ് വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കുറച്ചൊന്ന് റാൻഡമായിട്ട് നല്ലോണം പിന്നിലേക്ക് വലിച്ചിട്ട് കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിലെത്തുമ്പോൾ ടിക് ടാക്ക് പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ സ്റ്റൈല്. ഭയങ്കര സിമ്പിളാണ്, 2 മിനിറ്റിൽ ചെയ്തെടുക്കാവുന്ന ഹെയർ സ്റ്റൈലാണ്.
പിന്നെ ഈ കമ്മൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കഴിഞ്ഞ തവണത്തെ ഗ്രാബ് ബോക്സിന് അൺബോക്സിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ കമ്മലാണ്. ഡ്രസ്സിന് നല്ല മാച്ചിങ്. പിന്നെ മൈലാഞ്ചി ഞാൻ ഇട്ടതാണ്. ഒരു സമയത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ടായിരുന്നില്ല, അപ്പോൾ ചെയ്തതാ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് മാക്സി ഡ്രസ്സ്. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് സിബൊന്നും വെക്കാണ്ട് തന്നെ ഇടാനും ഊരാനും ഒക്കെ പറ്റും. ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. തുന്നാൻ ഇത്തിരിയെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതിൻ്റെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇറക്കം കുറച്ചിട്ട് തുന്നാം. അപ്പോൾ നിങ്ങൾക്ക് ലെഗിങ്സിൻ്റെ ഒപ്പം ഇടാനും പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ ആവാം. ഏത് തരത്തിൽ വേണമെങ്കിലും അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അത്രയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാം കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.